എവിടെ പോകുമ്പോൾ നമ്മൾ മണപ്പുറത്ത് പോയിട്ട് വരാം. അവിടുത്തെ ശിവരാത്രി വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ശരിക്കും ശിവരാത്രിയുടെ തലേ ദിവസം നമുക്ക് അവിടെ ഒരു സിഗ്നലുണ്ട്. സിഗ്നലിൻ്റെ അവിടെ വണ്ടി വെക്കാനേ പറ്റുള്ളൂ. വണ്ടി വെച്ചിട്ട് നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. അല്ലാത്തപ്പോൾ നമുക്ക് അവിടെ വരെ നമുക്ക് വണ്ടി ചെല്ലും. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഓൾറെഡി ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ അതാ പിന്നെ ഞാനും അമ്പും കൂടെ ഇങ്ങനെ പതുക്കെ നടക്കുവാണ്. അപ്പോൾ പപ്പ ഇങ്ങനെ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞതൊക്കെ പറഞ്ഞ് ശിവ ഇങ്ങനെ മാറി മാറി ഞങ്ങളുടെ അടുത്തോട്ട് വരുവാണേ. അപ്പോൾ അതാ ശിവരാത്രി ആശംസകളൊക്കെ എഴുതി വെച്ച് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ബാനറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ബലിയിടാൻ വരുന്നതുകൊണ്ട് അത്യാവശ്യം തോർത്ത് കച്ചവടക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അന്നേരം എന്താ ഇതാണ് അവിടുത്തെ ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ജസ്റ്റ് ഞങ്ങൾ കയറുന്ന സൈഡിൽ തന്നെയുള്ളൊരു ആളാണിത്. ഇതിനി അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് നമുക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ളൊരു ജനക്കൂട്ടം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എല്ലാ വർഷവും പേപ്പറിൽ ഇത് കാണുന്നതല്ല, ഞാൻ ഡയറക്റ്റ് ഇത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതിനങ്ങനെ ഇറങ്ങിയതാണ്. അന്നേരം അതിങ്ങനെ ആൾക്കാരിങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇങ്ങനെ ബലിയിടാനായിട്ട് വന്നിരിക്കുക. അവിടെ വന്ന് കുളിച്ച് ബലിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. കാരണം ഭയങ്കര പൊടിയുടെ രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോകുന്നു. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം പോയതാണ്. ബലിയിടാനായിട്ട് പറ്റുമെങ്കിൽ നാളെ വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് മാസ്കൊക്കെ വാങ്ങിച്ച് വെച്ച് പൊടിയുടെ ശല്യം കൊണ്ട് അങ്ങനെ എല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ശിവരാത്രിയുടെ ഒരു തിരക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.